കണ്ണൊന്ന് ചിമ്മിയാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ആശുപത്രിയുടെ കിടക്കയിൽ കാണാം. കണ്ണു തുറക്കുമ്പോൾ വലിയൊരു ശബ്ദം മാത്രമേ കേട്ടുകയുള്ളൂന്നാണ് ഓർമ്മയിലുള്ളത്. സ്വകാര്യ ആശുപത്രിയുടെ ICUയിലും കിടക്കയിലും വിശ്രമിക്കുന്ന ഒട്ടനവധി ഡ്രൈവർമാരുണ്ട്. അവരുടെ ദുരനുഭവമാണ് ഇന്ന് ന്യൂസ് 95 പ്രേക്ഷകർക്ക് വേണ്ടി സംരക്ഷണം ചെയ്തത്. ടാക്സി ഡ്രൈവർമാരുടെ ദുരവസ്ഥയെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചറിയാം. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ഒരു സംവിധാനവും ഒരുക്കാതെയാണ് ടൂറിസ്റ്റ് മേഖലയിലും സ്വകാര്യ ഹോട്ടലുകളും ഒക്കെ നിൽക്കുന്നത്. വണ്ടികളിലും ഒഴിഞ്ഞ പറമ്പിലുമാണ് ഇവർ കാര്യങ്ങൾ സാധിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ദുരനുഭവം ഈ ടാക്സി ഡ്രൈവർമാർ തന്നെ പറയുന്നതാണ്. നമുക്ക് മെയിനായിട്ടുള്ളത് പല സ്ഥലത്തും നമുക്ക് ഡോർമെറ്ററിയോ സൗകര്യങ്ങളോ ഒരു ഹോട്ടലുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപൂർവം ചില സ്ഥലങ്ങളിലുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി ഒരു 90-95% ഹോട്ടലുകളിലും ഒരു ഫെസിലിറ്റി നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. നമുക്ക് കിടക്കാനോ വിശ്രമിക്കാനോ അതിലുപരി നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. പല ഹോട്ടലുകളിലും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് 10-25ഓളം ഡ്രൈവേഴ്സ് ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. കാരണം ഇവിടെ ഒരു ഡോക്ടേഴ്സ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ, ലേ മെഡിയനിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ 100 കണക്കിന് ഡ്രൈവർമാരാണ് എത്തിയിട്ടുള്ളത്. ഡോക്ടേഴ്സ് മീറ്റിംഗ് നടക്കുന്നത്, പല സ്ഥലത്തും ഡോക്ടേഴ്സ് വന്നിട്ട് അവരെ എയർപോർട്ടിൽ നിന്ന് എടുക്കലും തിരിച്ച റൂമുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ വർഷവും ഇവിടെ നടന്നു വരാറുള്ളതാണ്. നിങ്ങൾ ടൂറിസ്റ്റ് മറ്റേ പാക്കേജ് മുഖേന വരാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിളി വന്നിട്ട് വന്നാണ്? അല്ല, നമ്മൾ ട്രാവൽസുകാർക്ക് കൊടുത്തിട്ട് അവർ ട്രാവൽസ് മുഖേനയാണ് നിങ്ങൾക്ക് വർക്ക് വന്നേക്കുന്നത്. ട്രാവൽ ഏജൻസിയാണ് വഴിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ കൊച്ചിയിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ റഷായ ഒരു സ്ഥലമാണിത്. ഈ ഹോട്ടലുകളിൽ ഗസ്റ്റുകൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ വേണം ഡ്രൈവേഴ്സും വിശ്രമിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ 30-40 വണ്ടികൾ ഉള്ള ഡ്രൈവേഴ്സ് ഉള്ള ഓരോ ഹോട്ടലുകളിൽ ഒരു ബാത്റൂമൊക്കെയാണ് പല സ്ഥലത്തും ഉള്ളത്. അത് രാവിലെ നമുക്ക് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് റെഡി ആയാലാണ് 6-6:30 7 മണിക്കും ഒക്കെ നമ്മൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയങ്ങളിൽ എല്ലാവരും ഒരേ സമയം റെഡി ആകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. 8-10 പേര് അവിടെ അത് സൗകര്യം ഉള്ളതെന്നാണ് അവർ പറയുക. അപ്പോൾ ഒരു ബാത്റൂം ഉള്ളെങ്കിൽ അതിന് മുമ്പിൽ 10-20 പേര് ക്യൂ നിൽക്കേണ്ടുന്ന ഒരു ഗതികേട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറുമുള്ള എല്ലാ ഹോട്ടലുകളിലെ അവസ്ഥ അതാ. ഞങ്ങൾക്ക് 10-20 ബാത്റൂം പറഞ്ഞിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. കുറഞ്ഞ പക്ഷേ ഒരു 3 ടോയ്ലറ്റ് എങ്കിലും ഉണ്ടാകുക, അത്യാവശ്യം ഉപയോഗിക്കാം, വൃത്തിയുള്ളതോടുകൂടി ഒരു 3 എണ്ണമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരു 3 ബാത്റൂമെങ്കിലും ഓരോ ഹോട്ടലിലും ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് കാണാം, നമ്മളിപ്പോൾ പോകുന്ന ഒരുവിധപ്പെട്ട ഹോട്ടലുകളെല്ലാം അത്യാവശ്യം വലിയ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുള്ള അതിൻ്റെ കാമ്പൗണ്ടിനകത്താണ് ഓരോ ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നത്. ആ ഹോട്ടലുകളിൽ പാർക്കിങ്ങിന് അവർ സ്ഥലം എങ്ങനെയെങ്കിലും ഇടിച്ച് കയറ്റി നമ്മൾ പാർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ പാർക്കിങ്ങിന് സ്ഥലം കൊടുക്കുക വരും. പക്ഷേ ഈ ഏക്കർ കണക്കിന് സ്ഥലമുള്ളിടത്ത് ഒരു ഷെഡെങ്കിലും അടിച്ചൊന്ന് വിശ്രമിക്കുക. ഈ നട്ടുച്ച വെയിലത്ത് എല്ലാവർക്കും കാണുമ്പം തന്നെ മനസ്സിലാവും, നട്ടുച്ച വെയിലത്താണ് നമ്മൾ ഒരേ വണ്ടി ഇട്ട് വെയിലത്ത് വണ്ടിക്കകത്ത് കിടന്നാണ് നമ്മൾ വിശ്രമിക്കുന്നത്. ഈ അത്യാവശ്യ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലുള്ള ഇതുപോലും ഈ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും പരിഗണനയും നൽകുന്നില്ല. ഒരു രീതിയിലും എത്ര പേർക്കും മന്ത്രിമാർക്കും ഒക്കെ നിവേദനങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരള സദസ്സ് ഇപ്പം നടന്നില്ലേ, കേരളത്തിന്റെ നവകേരള സദസ്സ്, അതിലും പരാതികൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം മന്ത്രിമാരും എല്ലാവരും ചിരിച്ചുകൊണ്ടെല്ലാം മേടിക്കും, ചിരിച്ചുകൊണ്ട് എല്ലാ നിവേദനവും മേടിക്കും. പക്ഷെ അത് മേടിച്ച് ചവിട്ടുകൊട്ടലിട്ടിട്ട് അതിനെതിരെ അല്ലെങ്കിൽ അതിന് ഈ ഹോട്ടലുകാർക്ക് എതിരഭിപ്രായം ഒന്നും പറയണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ മാന്യമായിട്ട് ഹോട്ടലുകാരെടുത്ത് അവർ ലൈസൻസ് പുതുക്കാനെങ്കിലും ചെല്ലുമ്പം പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ നിയമമാണ് ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം, അവർക്ക് കിടക്കാനും അതായത് ബാത്റൂമായാലും എല്ലാ സൗകര്യവും കൊടുക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഈ മറ്റുള്ള ഒരു സംസ്ഥാനത്തിൽ എല്ലായിടത്തും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള ഇത് സൗകര്യം ഒരുക്കിയിട്ട്
നിങ്ങൾക്ക് പ്രാഥമിക ആവശ്യം നടത്താനും കുളിക്കാനും മറ്റുള്ള ഇതിനും വണ്ടിയിൽ ഇരുന്ന് തന്നെ എല്ലാം ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലെ, വിരലെണ്ണാവുന്ന ഒരു 20%, ബാക്കി 80% ഈ നമ്മുടെ കേരളത്തിലുള്ള ഹോട്ടലുകളൊന്നും നമുക്ക്. പക്ഷെ മൂന്നാർ പോലുള്ള മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചില ഹോട്ടലുകളിൽ നമുക്ക് നല്ല ഫെസിലിറ്റീസ് തരുന്നുണ്ട്. ബാക്കി ടൂർ പാക്കേജ് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ മൂന്നാർ പോയാലും ഇത് തന്നെ അവസ്ഥ. നമ്മുടെ കേരളത്തിലെ അവസ്ഥകൾ ഇത് തന്നെ. എന്നാൽ ഒരു 10% ഹോട്ടലുകാർ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് കിടന്ന് വിശ്രമിക്കാനുള്ള ഡോർമെട്രിയും അതോടൊപ്പം തന്നെ നല്ല ബാത്റൂമും കാര്യങ്ങളും നമുക്ക് ആലോചിച്ച്. ഗസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും പറയൂല. ഗസ്റ്റ് ഒരുപാട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇത് ഡ്രൈവർമാർക്ക് ഇങ്ങനെ ചെയ്യണം പറഞ്ഞിട്ട് ഗസ്റ്റ് കംപ്ലൈന്റ് ചെയ്തിട്ട് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഗവൺമെന്റ് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ സാധനമുണ്ട്. ഹെൽത്ത് വിഭാഗം വന്ന് ചെക്ക് ചെയ്യേണ്ട. ഒരു ഹോട്ടലിൽ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനും ഒരു 4-5 ഡ്രൈവേഴ്സും ഉണ്ട്. അവിടെ ചെന്ന് ഡോർമെട്രി ഉണ്ടെന്ന് അവർ പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കേരളൊരു പട്ടി ഞങ്ങൾ പേടിച്ചു. ഒരു പെട്ടി അവിടെ നിന്ന് ആ കിടന്ന ബെഡിൽ നിന്ന് എണീറ്റ് പോയിട്ട് എൻ്റെ രോമൊക്കെ അവിടെ എങ്ങനെ ഞങ്ങൾ അതിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഡോർമെട്രി ഉണ്ട് എന്നുള്ള ഒരു അത് ക്ലീൻ ചെയ്യില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിൽ സ്റ്റാഫായിരിക്കും കിടക്കുന്നത്. പിന്നെ ശരിക്കും അതായത് പഞ്ചായത്തിലെ ഹെൽത്ത് വിഭാഗം എല്ലാ കൊല്ലം ചെക്ക് ചെയ്യണം അല്ലേ? ലൈസൻസ് കൊടുക്കുമ്പോൾ ഡ്രൈവർമാർക്കുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത്. അടിയന്തരമായിട്ടൊരു ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ഇതിന്റെ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഇന്നലെ പുള്ളിക്കുള്ള ഒരു അനുഭവം പറഞ്ഞുതരാം. എന്താണ് ഇന്നലെ ഉണ്ടായ അനുഭവം? നമസ്കാരം, എൻ്റെ ഒരു സുഭാഷണ. ഞാൻ ഇപ്പോൾ 4ാമത്തെ ദിവസമായി വീട്ടിൽ നിന്ന് വന്നിട്ട് 3 ദിവസം നൈറ്റ് ഇവിടെ ഹാൾട്ടിങ് വന്നു. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ കഴിയുമ്പോൾ 1:30-1 മണി ആ ടൈമാണ്. പിന്നെ വണ്ടിയിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി ഏതെങ്കിലും പെട്രോൾ പമ്പിൽ പോയി കുളിക്കും, ഭക്ഷണം കഴിക്കും, കിടക്കുമ്പോൾ 2 മണി. അപ്പോൾ ഡ്യൂട്ടി പറഞ്ഞാൽ 6 മണിക്കായിരിക്കും പറഞ്ഞത്. 4:30 രാവിലെ 6 മണിക്ക്. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ കിട്ടുന്ന സമയം ചിന്തിച്ച് നോക്കാം. 12 മണിക്ക്. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞെങ്കിൽ ഞാൻ പറയാം, എനിക്ക് പേടി. അപ്പോൾ ഞാൻ രാവിലെ 5:30 മണിക്ക് കുളിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഞാൻ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണങ്കാല് വെള്ളത്തിൽ കൂടെ ചവിട്ടി. ഈ ചവിട്ടിപ്പോൾ സ്മെല്ലടിച്ചു. അപ്പോൾ തോന്നി ബാത്റൂമിലെ വെള്ളമാണ്. ഡോറ് തുറന്നു. പിന്നെ എന്താ ചെയ്യുക, ഒരു ഷർട്ട് തൂക്കിയിടാൻ പോലുള്ള ഒരു സൗകര്യം ഇല്ലാത്തൊരു ഫെസിലിറ്റി ഇല്ലാത്ത ഹോട്ടലാണ്. പിന്നെ നമുക്ക് കൊച്ചി തന്നെയാണ്, കൊച്ചി തന്നെ ഇവിടെ ഹൈവേയിൽ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടലാണ്. ഇതാണ് ഞാൻ കിടക്കുന്ന ഡോക്ടേഴ്സ് മീറ്റിങ്ങിൻ്റെ ഹോട്ടൽ. ഒന്ന് കാണണം സുഹൃത്തുക്കളെ. ഇനി താഴെ ഇറങ്ങി ചെല്ലുക. ഇത് ഇറങ്ങി ചെല്ലട്ടോ. മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ കൂന്നും കൂടി കിടക്കുക. ശ്രദ്ധിച്ചോട്ടോ. ഇനി ഞാൻ കാലെടുത്ത് വയ്ക്കാൻ പോണ ഈ ബാത്റൂമിൽ നിന്ന് വന്ന വെള്ളത്തിലേക്കാണ്. വെള്ളവും കണ്ണങ്കാലിന് വെള്ളമുണ്ടോ? ഈ ബാത്റൂമിൽ നിന്ന് വന്ന അപ്പി വെള്ളം. ഇത് പോയിട്ട് ഇതെവിടെ ഒന്ന് കണ്ടോട്ടോ, ശരിക്കും കണ്ടോട്ടോ. ആലപ്പുഴ പുന്നമടക്കായലിൽ ചെറിയൊരു ബോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് കയറി കാണാം. ഇനി അടുത്ത റൂമിലേക്ക് കയറുക. ബാത്റൂം ഇവിടെ നിന്ന് വെള്ളം. ഈ സ്മെല്ല് വീഡിയോ കോളിൽ തരാൻ പറ്റില്ല, മൂക്ക് കുത്തിയൊക്കെ. ഇതാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സ് യൂണിയൻ. ഇതിൻ്റെ ഇത് സ്റ്റാർലൈറ്റ് ഹോട്ടൽ. പൊളാന്ന് സൗണ്ട് കേട്ടോ. ഈ അപ്പി വെള്ളത്തിൽ കൂടെ ചവിട്ടിയാടുക. ഈ വെള്ളത്തിൽ കൂടെയാണ് നടക്കണം. പൊന്നോ. പിന്നെ സഹിച്ച് ഈ ഡോക്ടേഴ്സ് എന്ന് അറിയുന്നല്ലോ, ഇവർക്ക് നമ്മുടെ ഏജന്റ് പറയും ഇത്ര ടൈമിൽ വണ്ടി കൊടുക്കുക. അവർക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയണ്ട. നമ്മൾ കുളിച്ചോ ഭക്ഷണം കഴിച്ചോ ഒന്നും അറിയണ്ട. അല്ല, ഗസ്റ്റിന് പിന്നെ അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പാക്കേജ് അവര് പൈസ കൊടുത്ത് പോകുമ്പോൾ പിന്നെ അവര് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഗത്യന്തരമില്ലാതെ അവിടെ നിന്ന് കുളിച്ചു. വീണ്ടും ഈ തിട്ടം വെള്ളത്തിൽ കൂടെ ചവിട്ടിയ നമ്മൾ തന്നെ. അപ്പോൾ ആ ബാത്റൂമിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്ത്, ഇപ്പോൾ കഴിഞ്ഞ നരേന്ദ്രമോദി സാറിൻ്റെ ഒരു ഓട്ടത്തിന് ഓടിപ്പോൾ ഞങ്ങൾക്ക് സാനിറ്റൈസർ തന്നിരുന്നു. ആ സാനിറ്റൈസറൊക്കെ ഇട്ട് തൂത്ത് കഴുകി വൃത്തിയായിട്ട് ഞാൻ വണ്ടിയിൽ കുളിച്ചിട്ട് പിന്നെയും കുളിക്കേണ്ടി വന്നു. ആ അവസ്ഥയാണ്. പക്ഷേ ഒരു 1-2 ഹോട്ടലുകളൊക്കെ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെതിരെ 90% ഈ പറഞ്ഞ ആവശ്യങ്ങളൊന്നും നമ്മുടെ സ്മാർട്ട് സിറ്റി കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തം.
മറ്റ് മൂന്നാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ ഹോട്ടലുകളിൽ പോലും നല്ല ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊച്ചിയിലെ സംബന്ധിച്ചിടത്തോളം വൻകിട ഹോട്ടലുകളാണ്. ഈ വൻകിട ഹോട്ടലുകളിലാണ് ഒരു ഫെസിലിറ്റിയും നമുക്കില്ലാത്തത്. അത്യാവശ്യം ഭക്ഷണം വരെ മറ്റുള്ള മൂന്നാറ്, തേക്കടി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം ഭക്ഷണം വരെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഭക്ഷണം പോലും വേണമെന്ന് നമ്മൾ പറയും. ഇവിടുത്തെ ഉയർന്ന ഹോട്ടലുകളിലാണ് ഈ പറഞ്ഞ ഒരു ഫെസിലിറ്റി തരാത്തത്. അതെ അതെ, നമ്മളെ ഈ ഹൈവേയില് അന്ന് നിങ്ങൾ ഈ ഗസ്റ്റ് കൊണ്ടുവന്നിട്ട് വേണം അവർക്ക് അവിടെ ജീവിക്കാൻ, അവരുടെ ജീവനക്കാർക്ക്. നമുക്ക് ഭക്ഷണം വേണമെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. പക്ഷെ കുടിവെള്ളമെങ്കിലും നമുക്ക് അത്യാവശ്യം ആ കുടിവെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിന്റെ സ്മെല്ലുള്ള കുടിവെള്ളമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്കൊരു 10% ഹോട്ടലുകാർ നമുക്കെല്ലാം അലോച് ചെയ്ത് തരും. ഈവൻ ഭക്ഷണം വരെ നമുക്ക് അലോച് ചെയ്ത് തരുന്നത്. ഉയർന്ന നിലവാരമുള്ള ഹോട്ടലുകളാണ് ഇതൊന്നും പരിഗണിക്കാത്തത്. ആരും അത് ഇന്റർനാഷണൽ ഹോട്ടല്, അത് നമ്മൾ പറയുന്നില്ല, പേരെടുത്ത് പറയുന്നില്ല. മൊത്തത്തിലൊരു ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ രാവിലെ വീഡിയോ എടുത്തിട്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ റിസപ്ഷനിൽ കാണിച്ചു. അപ്പോൾ അവർ അപ്പോൾ തന്നെ അതിൻ്റെ സെക്ഷൻ ഓരോ ഹോട്ടലുകളിൽ വാട്ടർ ഇത് ചെയ്യുന്ന ഇത് ഇലക്ട്രീഷ്യൻ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അവരെ കാണിച്ചു. ചേട്ടാ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കംപ്ലൈൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ആലുവക്കാരുടെ ഹോട്ടലാണെന്ന് പറഞ്ഞു. എൻ്റെ വീട് പെരുമ്പാവൂരാന്ന് പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് അവരുടെ ഹോട്ടലിൽ നമ്മൾ കിടന്നിട്ട് പോലുമില്ല. നമ്മൾ വണ്ടിയിൽ റോഡ് സൈഡിൽ ഒതുക്കിയിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഗസ്റ്റ് 100 കണക്കിന് ഗസ്റ്റ് അവിടെ കിടക്കുക. ഈ കൊച്ചിയിൽ വരുമ്പോൾ ഇങ്ങനത്തെ ദുരനുഭവം വരുന്നതല്ലേ? മൂന്നാറൊക്കെ ഞാൻ പേരെടുത്ത് പറയാം, സിൽവർ ടിപ്സ് ഹോട്ടൽ. ഞാൻ അവിടെ കഴിഞ്ഞ ദിവസം ഹാർലി ഡേവിസൺ ബൈക്കിൻ്റെ പരസ്യത്തിന് പോയി. 3 ദിവസം ഓട്ടോ ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം, എല്ലാ ഫെസിലിറ്റി അവർ തന്നു. മിസ്റ്റി മൗണ്ട് അതിനടുത്ത് പേരെടുത്ത് പറയാവുന്ന നല്ല നല്ല ഹോട്ടലുകളുണ്ട്. ഈ കൊച്ചിയിൽ വരുമ്പോൾ ഈ അവസ്ഥ പോകും. കൊച്ചിയിൽ നമ്മൾ കൊച്ചിയിൽ ബൈബ് എന്ന് പറഞ്ഞ ഹോട്ടൽ ആനച്ചാൽ പോലെ തന്നെയാണ് ഒരുവിധപ്പെട്ട ഹോട്ടലുകൾ. ട്രിവാൻഡ്രത്തും ഒരുവിധപ്പെട്ട ഹോട്ടലുകളെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം നമുക്ക് അത്യാവശ്യ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം പോലും അവിടെ ഒരുക്കാൻ പറ്റാത്ത തരത്തിലാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന് എന്തായാലും അടിയന്തരമായിട്ട് സർക്കാരിൽ നിന്ന് ഹെൽത്തിൽ നിന്നും ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ വളരെ നല്ല രീതിയിൽ അവർ വീക്ഷിക്കണം. കാരണം ഈ പല പല രോഗങ്ങളും പിടിപെടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ഈ നമ്മുടെ ഒരാളുടെ ജീവിതം കൊണ്ടാണ് നമ്മുടെ കുടുംബം മൊത്തം കഴിയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വല്ലപ്പോഴും ഒരു ട്രിപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ ചെല്ല് കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ അസുഖങ്ങൾ ബാധിച്ചിട്ടാണ് നമ്മൾ ഓടിച്ചത്. അത് വീട്ടുകാർക്കും പകർന്ന് ഈ കിട്ടുന്ന കാശ് എല്ലാം കൊണ്ടുവന്ന് ആശുപത്രികളിൽ കൊടുക്കാൻ മാത്രമേ ഈ 5-6 ദിവസം പാക്കേജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആശുപത്രി കയറാൻ നേരമുള്ളൂ. അതാണ് നമുക്ക് സത്യം പറയൽ യാതൊരു വിധത്തിലും സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന പോലും ഒരു വിധത്തിലും കിട്ടുന്നില്ല. സാറേ ഈ വീഡിയോ നമ്മുടെ മുഹമ്മദ് റിയാസ് സാറ്, ഗണേഷ് കുമാർ സാറ് അവരുടെ മുമ്പിൽ ഇത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയ വളരെ ഉപകാരം. തീർച്ചയായിട്ടും.